ഹായ് സ്റ്റുഡൻസ്, ക്രിയേറ്റീവ് അക്കാദമിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 4, ദ സ്പോർട്ടിംഗ് സ്പിരിറ്റ്. സ്പോർട്സ് ആർ പ്ലേഡ് ഓൺലി ടു യുണൈറ്റഡ് നേഷൻസ്. നമ്മൾ സ്പോർട്സിനെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. എന്താണ് സ്പോർട്സിൻ്റെ ചില പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് അതിനെപ്പറ്റിയുള്ള ഒരു എസ്സേ ആണ് ഇതിൽ പറയുന്നത്. സ്പോർട്സ് ആർ പ്ലേഡ് ഓൺലി ടു യുണൈറ്റ് നേഷൻസ്. അപ്പം രാജ്യങ്ങളെ തമ്മിൽ ഏകോപിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ സ്പോർട്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പോർട്സുകൾ നടത്തപ്പെടുന്നത്. ബട്ട് സം സ്പോർട്സ് ആർ ടേൺഡ് ആസ് വെപ്പൺസ്. പക്ഷേ ചില സ്പോർട്സുകൾ ആയുധങ്ങളായി മാറാറുണ്ട്. വെൻ ദേ ആർ ബൗണ്ട് വിത്ത് ഹേറ്റ്രഡ്, ജലസി, ബോസ്ഫുൾനെസ് എക്സെട്ര. ഈ സ്പോർട്സൊക്കെ നമ്മൾ വെറുപ്പ്, അതുപോലെ അസൂയ, പൊങ്ങച്ചം, ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് വരുന്നതെങ്കിൽ അത് വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ദിസ് എസ് എ സ്റ്റാൻഡ്സ് ആൻ ഇല്ലുസ്ട്രേഷൻ ടു ഹൗ സ്പോർട്സ് ആർ ഇൻ ടുഡേയ്സ് വേൾഡ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് സ്പോർട്സിൻ്റെ പ്രാധാന്യം, സ്പോർട്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. ഓദർ എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്ക് നോക്കിയാൽ അറിയാം. എറിക് ആർതർ ബ്ലെയർ, അദ്ദേഹമാണ് ഇതിൻ്റെ ഓദർ. 25 ജൂൺ 1903, 25 ജൂൺ 25-നാണ് അദ്ദേഹം ജനിച്ചത്. 21 ജാനുവരി 1950, അദ്ദേഹം 1950 അദ്ദേഹം മരണമടയുകയും ചെയ്യുകയാണ്. ബെറ്റർ നോൺ ബൈ ഹിസ് നെയിം ജോർജ് ഓർവെൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എറിക് ആർതർ ബ്ലെയർ എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പിടികിട്ടിയൊന്നുമില്ല. പക്ഷേ ജോർജ് ഓർവെൽ എന്ന് പറയുന്നത് എല്ലാവരും അറിയുന്ന ഒരു പേരാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് നോവലുകളും അതുപോലെ ഒരുപാട് ഇതേപോലെയുള്ള റൈറ്റപ്സുകളും എഴുതിയിട്ടുള്ള ഒരു ശ്രദ്ധേയനായിട്ടുള്ള എസ്സൈസ്റ്റാണ് ഇദ്ദേഹം. വാസ് ആൻ ഇംഗ്ലീഷ് ഓദർ. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഓദറാണ്. ഹിസ് വർക്ക് ഈസ് മാർക്ക്ഡ് ആസ് എ പ്രൊഫൗണ്ട് കോൺഷ്യസ്നെസ് ഓഫ് സോഷ്യൽ ഇൻജസ്റ്റിസ്. അപ്പോൾ സാമൂഹിക അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയ ഒരു ശക്തനായിട്ടുള്ള എഴുത്തുകാരനാണ് അദ്ദേഹം. ആൻ ഇൻറ്റൻസീവ് ഡിസ്ലൈക്ക് ഓഫ് ടോട്ടാലിറ്റേറിയനിസം. അപ്പോൾ ടോട്ടാലിറ്റേറിയനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനത്തെയാണ് ശരിക്കും പറയുന്നത്. അത്തരത്തിലുള്ള ഭരണത്തിനെതിരായിട്ടുള്ള ഒരു എസ്സേകൾ. ആൻഡ് എ പാഷൻ ഫോർ ക്ലാരിറ്റി ഇൻ ലാംഗ്വേജ്. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജിലെ ക്ലാരിറ്റി വളരെ ക്ലാരിഫൈഡ് ആണ്. അപ്പോൾ കൺസിഡേർഡ് പെർഹാപ്സ് ദ 20th സെഞ്ച്വറീസ് ബെസ്റ്റ് ക്രോണിക്കൽ ഓഫ് ഇംഗ്ലീഷ് കൾച്ചർ. അപ്പോൾ ഇംഗ്ലീഷ് കൾച്ചറിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു റൈറ്ററാണ് എന്ന് അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു. ഹി റോട്ട് വർക്ക്സ് ഇൻ മെയിൻലി ഡിഫറെൻറ്റ് ജീനർ ഇൻക്ലൂഡിങ് ഫിക്ഷൻ, പോളമിക്സ്, ജേർണലിസം. അപ്പോൾ അദ്ദേഹം ഫിക്ഷൻസ്, കഥകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ പോളമിക്സ് എന്ന് പറഞ്ഞാൽ ഈ വിമർശനങ്ങൾ, പല ആളുകളെയും വിമർശിച്ചുകൊണ്ടൊക്കെ എഴുതുക. ജേർണലിസം, അതുപോലെ പത്രപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. മെമോ ആൻഡ് ക്രിട്ടിക്കൽ എസ്സേസ്. മെമ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിത കഥകളൊക്കെ ഉണ്ടാവും. അതുപോലെ ക്രിട്ടിക്കലായിട്ടുള്ള നിരൂപണ സാഹിത്യങ്ങളെല്ലാം അദ്ദേഹം എഴുതി. ഹിസ് മോസ്റ്റ് ഫേമസ് വർക്ക്സ് ആർ 2 നോവൽസ്, ആനിമൽ ഫാം ആൻഡ് 1984. അപ്പോൾ 2 നോവലുകളാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു വർക്കായിട്ട് കണക്കാക്കപ്പെടുന്നത്. ആനിമൽ ഫാമും അതുപോലെ 1984. എറിക് ആർതർ ബ്ലെയർ അല്ലെങ്കിൽ ജോർജ് ഓർവെൽ വാസ് ബോൺ ഓൺ 25th ജൂൺ 1903 ഇൻ മോട്ടിഹാരി, ബംഗാൾ പ്രസിഡൻസി. ഇപ്പോൾ മോട്ടിഹാരി എന്ന് പറയുന്ന ഇന്ത്യയിലുള്ള മോട്ടിഹാരി എന്ന് പറയുന്ന സ്ഥലത്തെ ബംഗാൾ പ്രസിഡൻസിയിലുള്ള ഒരു സ്ഥലമാണ് ഈ മോട്ടിഹാരി ആൻഡ് ബ്രിട്ടീഷ് ഇന്ത്യ. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ബ്രിട്ടീഷുകാരാണ്. അവർ ഇന്ത്യയിൽ സേവനമനുഷ്ഠിക്കാൻ വേണ്ടി വന്നതായിരിക്കണം. ഹിസ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ചാൾസ് ബ്ലെയർ, അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ചാൾസ് ബ്ലെയർ ആയിരുന്നു. ഹാഡ് ബീൻ എ വെൽത്തി പ്ലാന്റേഷൻ ഓണർ ഇൻ ജമൈക്ക. ജമൈക്ക എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് ഈ പറഞ്ഞ പോലെ കോളനികളായിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ കോളനികളാണ് ജമൈക്കയും ഇന്ത്യയും അതുപോലുള്ള പല സ്ഥലങ്ങളും. അപ്പോൾ അവിടെയൊക്കെ സ്ഥലങ്ങളെടുത്ത് പ്ലാന്റേഷൻസ് നടത്തുക എന്നുള്ളത് ബ്രിട്ടീഷുകാർ ചെയ്തു വന്നിരുന്നൊരു പ്രവൃത്തിയായിരുന്നു. അപ്പോൾ അതിൽ ജമൈക്കയിലുള്ള പ്ലാന്റേഷൻ്റെ ഓണറായിരുന്നു ഈ പറഞ്ഞ വെൽത്തി ആയിട്ടുള്ള ചാൾസ് ബ്ലെയർ. ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ക്ലർജിമാൻ. അതുപോലെ തന്നെ ഈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഒരു പ്ലാന്റേഷൻ ഓണറാണെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഒരു ക്ലർജിമാൻ ആയിരുന്നു. ഓൾദോ ദ ജെൻറ്റിലിറ്റി വാസ് പാസ്ഡ് ഡൗൺ ദ ജനറേഷൻസ്, ദ പ്രോസ്പെക്റ്റ് വാസ് നോട്ട്. അപ്പോൾ അവരുടെ ഈ ഒരു ജനറേഷനായിട്ട് ഈ ജെൻറ്റിലിറ്റി പാസ് ചെയ്ത് വന്നു, അല്ലെങ്കിൽ ഈ നൊബിലിറ്റി പാസ് ചെയ്ത് വന്നെങ്കിലും ഈ പ്രോസ്പെരിറ്റി വന്നിട്ടില്ല. ഈ ഒരു പണത്തിൻ്റെ അല്ലെങ്കിൽ ഈ സൗഭാഗ്യങ്ങൾ അവരുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഹി ഡിസ്ക്രൈബ്ഡ് ഹിസ് ഫാമിലി ആസ് എ ലോവർ അപ്പർ മിഡിൽ ക്ലാസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ തന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ലോവർ ക്ലാസ്സാണ്, അപ്പർ ക്ലാസ്സാണ്, മിഡിൽ ക്ലാസ്സാണ്. ഹിസ് ഫാദർ റിച്ചാർഡ് വെലംസ്ലി ബ്ലെയർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേരാണ് റിച്ചാർഡ് വാംസ്ലി ബ്ലെയർ എന്ന് പറയുന്നത്.
വർക്ക്ഡ് ഇൻ ദ ഒപ്പിയം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ്. അപ്പോൾ ഇന്ത്യയിൽ ഒപ്പിയം ഡിപ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഹിസ് മദർ ഇഡ മാബൽ ബ്ലെയർ, നീ ലിമോസിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അവരുടെ അമ്മ ഗ്രൂ അപ്പ് ഇൻ ബർമയിലായിരുന്നു ജനിച്ച് വളർന്നത്. വേർ ഹെയർ ഫ്രഞ്ച് ഫാദർ വാസ് ഇൻവോൾവ്ഡ് ഇൻ സ്പെക്കുലേറ്റീവ് വെഞ്ചേഴ്സ്. അപ്പോൾ ഊഹ കച്ചവടങ്ങളിലൊക്കെ അവരുടെ അമ്മയുടെ അച്ഛൻ ഏർപ്പെട്ടിരുന്നു. എറിക് ഹാഡ് 2 സിസ്റ്റേഴ്സ്. ഇപ്പോൾ ഈ എറിക്കിന് നമ്മളുടെ ജോർജ് ഓർവെൽ ഈ റൈറ്റർക്ക് 2 പെങ്ങന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. മാർജോർ 5 ഇയേഴ്സ് ഓൾഡർ ആൻഡ് ഏരിയൽ 5 ഇയേഴ്സ് യങ്ങർ. 5 വയസ്സ് മൂത്തതും 5 വയസ്സ് താഴെയുള്ളത്. വെൻ എറിക് വാസ് 1 ഇയർ ഓൾഡ് ഇഡ ബ്ലെയർ ടുക്ക് ഹിം ടു ഇംഗ്ലണ്ട്. ഇപ്പോൾ 1 വയസ്സായപ്പോൾ തന്നെ ജോർജ് ഓർവെലിനെയും കൊണ്ട് അമ്മ ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇൻ 1905 ഓവൽ മദർ സെറ്റിൽഡ് അറ്റ് ഹെൻലി ഓൺ തേംസ്. അപ്പോൾ ഹെൻലി ഓൺ തേംസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിക്കാൻ തുടങ്ങിയത്. ഹി വാസ് ബ്രോട്ട് അപ്പ് ഇൻ എ കമ്പനി ഓഫ് ഹിസ് മദർ ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പം മദറിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു കമ്പനിയിലാണ് അവൻ ജനിച്ച് വളരുന്നത്. ആൻഡ് അപ്പാർട്ട് ഫ്രം എ ബ്രീഫ് വിസിറ്റ് ഹി ഡിഡ് നോട്ട് സീ ഹിസ് ഫാദർ അഗൈൻ അൻറ്റിൽ 1912. 1912 വരെ അച്ഛനെ പിന്നീട് അവൻ കണ്ടിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനെ ഒരു ബ്രീഫ് വിസിറ്റൊക്കെ നടത്തിപ്പോയി എന്ന് മാത്രം. ഹിസ് മദേഴ്സ് ഡയറി ഫോർ 1905 ഇൻഡിക്കേറ്റ്സ് എ ലാവ്ലി റൗണ്ട് ഓഫ് സോഷ്യൽ ആക്ടിവിറ്റി ആൻഡ് ആർട്ടിസ്റ്റിക് ഇൻട്രസ്റ്റ്. അപ്പം അമ്മയുടെ ഡയറി ഫാമിനെ പറ്റിയൊക്കെയുള്ള ചിത്രങ്ങളൊക്കെ അവൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ദ ഫാമിലി മൂവ്ഡ് ടു ഷിപ്പ് ലേക്ക് ബിഫോർ വേൾഡ് വാർ ഫസ്റ്റ്. അപ്പം ഷിപ്പ് ലേക്കിലേക്ക് ഫാമിലി വീണ്ടും അവിടുന്ന് പറിച്ചു മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് വേൾഡ് വാർ 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ ആ കാലഘട്ടത്തിൽ. ആൻഡ് ഹി ബിക്കെയിം ഫ്രണ്ട്ലി വിത്ത് ബുദ്ധിസ്റ്റ് ഫാമിലി. അങ്ങനെ അദ്ദേഹം ഒരു ബുദ്ധിസ്റ്റ് ഫാമിലിയുമായിട്ട് ചങ്ങാതത്തിലാവുകയും തന്നെയാണ് ചെയ്യുന്നത്. എസ്പെഷ്യലി ജെസിൻഡ വെൻ ദേ ഫസ്റ്റ് മെറ്റ്. എന്താണ് ജെസിൻഡ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ടും അദ്ദേഹം കണ്ടുമുട്ടി പരിചയപ്പെടുകയാണ്. ഫസ്റ്റ് മെറ്റ് ഹി വാസ് സ്റ്റാൻഡിങ് ഓൺ ഹിസ് ഹെഡ് ഇൻ എ ഫീൽഡ്. അപ്പോൾ അയാൾ ഈ പെൺകുട്ടിയെ കാണുന്ന സമയത്ത് നമ്മുടെ ഓദർ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ തലകുത്തി നിൽക്കുകയായിരുന്നു. ഓൺ ബീങ് ആസ്ഡ് വൈ ഹീ സെഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ തലകുത്തി നിന്നതെന്ന് ചോദിച്ചപ്പോൾ യു ആർ നോട്ടീസ്ഡ് മോർ ഇഫ് യു സ്റ്റാൻഡ് ഓൺ യുവർ ഹെഡ് ദാൻ ഇഫ് യു ആർ റൈറ്റ് വേ അപ്പ്. അപ്പം നിങ്ങൾ നേരെ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ ആകർഷിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ കാണുന്നത് നിങ്ങൾ തലകുത്തി നിൽക്കുമ്പോഴാണ് എന്ന് അവർ പറയുകയാണ് ചെയ്യുന്നത്. ജെസിൻഡ ആൻഡ് ഓവൽ റീഡ് ആൻഡ് റോട്ട് പോയട്രി ആൻഡ് ഡ്രീംഡ് ഓഫ് ബിക്കമിങ് ഫേമസ് റൈറ്റേഴ്സ്. അപ്പോൾ അവർ എന്ത് ചെയ്തു, ഒരുപാട് പദ്യങ്ങളും അതുപോലെയുള്ള പോയട്രികളൊക്കെ വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുകയും തങ്ങൾ ഭാവിയിൽ എന്തെങ്കിലും ഒരു വലിയ വലിയ കാവികളായി തീരുമെന്ന് അവർ ആശിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തു. ഹി ടോൾഡ് ഹെർ ദാറ്റ് ഹി മൈറ്റ് ഹാവ് റൈറ്റ് എ ബുക്ക് ഇൻ സിമിലർ സ്റ്റൈൽ ടു ദാറ്റ് ഓഫ് H.G. വെൽസ്, എ മോഡേൺ യൂട്ടോപ്പിയ. അപ്പം H.G. വെൽസിൻ്റെ മോഡേൺ യൂട്ടോപ്പിയ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം പോലെ തന്നെ തനിക്കും ഒരു പുസ്തകം എഴുതാൻ സാധിക്കുമെന്നൊക്കെ അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. ഡ്യൂറിങ് ദിസ് പീരീഡ് ഹി എൻജോയ്ഡ് ഷൂട്ടിംഗ്, ഫിഷിംഗ് ആൻഡ് ബേർഡ് വാച്ചിങ് വിത്ത് ജെസിൻഡാസ് ബ്രദർ ആൻഡ് സിസ്റ്റർ. ജെസിൻഡയ്ക്ക് ബ്രദർ സിസ്റ്ററൊക്കെ ഉണ്ട്. അവരോടൊപ്പം ഈ ഷൂട്ടിങ്ങിനും അതുപോലെ ഫിഷിങ്ങിനൊക്കെ അദ്ദേഹം പോവുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്തു. ഇനി നമ്മളുടെ കഥയുടെ സംഗ്രഹം എന്താണെന്ന് നോക്കാം. എസ്സേ ബ്രിങ്സ് ഔട്ട് വണ്ടർഫുൾ ഡിസ്ക്രിപ്ഷൻ. വളരെ ഒരു വലിയ വണ്ടർഫുൾ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് ഈ എസ്സേ നമുക്ക് തരുന്നത്. അബൌട്ട് സ്പോർട്സ് ആൻഡ് ഗെയിംസ്. അത് ഈ എസ്സേ എന്തിനെ പറ്റിയാണ് പറയുന്നത്? സ്പോർട്സിനെ പറ്റിയും ഗെയിംസിനെ പറ്റിയും. ഇറ്റ് മെൻഷൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്പോർട്സ് ഇൻ ദ മാൻസ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്പോർട്സിന് പ്രാധാന്യമുണ്ട് എന്നിതിൽ പറയുന്നുണ്ട്. വി ആർ ഫെമിലിയർ വിത്ത് വൈഡ് റേഞ്ച് ഓഫ് സ്പോർട്സ് ലൈക്ക് ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി എക്സെട്ര. ഒരുപാട് സ്പോർട്സ് ഐറ്റംസ് നമുക്ക് മുന്നിലുണ്ട്. ഫുട്ബോൾ, സ്പോർട്സ് ആൻഡ് ഗെയിംസ്. ഇറ്റ് ഹോൾഡ്സ് മച്ച് ഇമ്പോർട്ടൻസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്ത് മുഴുവൻ സ്പോർട്സിന് അത്രമാത്രം പ്രചാരമുണ്ട്. ഇറ്റ് റിമൈൻസ് അസ് ഓഫ് ദ പ്രോവർബ് റീഡിങ് ടു ദ മൈൻഡ് ആൻഡ് എക്സസൈസ് ടു ദ ബോഡി. അപ്പോൾ സ്പോർട്സിന് എത്ര പ്രചാരം ഉണ്ടാവാൻ കാരണം വായന നമ്മുടെ തലച്ചോറിന് അല്ലെങ്കിൽ മനസ്സിന് ഉത്തേജനം നൽകുന്നെങ്കിൽ സ്പോർട്സ് നമ്മുടെ ശരീരത്തിനാണ് കൂടുതലായിട്ട് ഉത്തേജനം നൽകുന്നത്. ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് ബൈ ഇൻവോൾവിങ് ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ് വൺ ക്യാൻ ഡെവലപ്പ് എ ഹെൽത്തി ബോഡി. അപ്പോൾ സ്പോർട്സിലും ഗെയിംസിലും നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വളരെ ആരോഗ്യകരമായിട്ടുള്ള ശരീരവും മനസ്സും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ഡെവലപ്പ് ദ സ്ട്രോങ് മൈൻഡ്. ശക്തമായിട്ടുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് ഈ സ്പോർട്സ് അത്യന്താപേക്ഷിതമാണ്. ഇറ്റ് ബ്രിങ്സ് ഗുഡ് വിൽ വിച്ച് ഈസ് സഫിഷ്യൻറ്റ് ടു സർവൈവ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മോഡേൺ വേൾഡ്. അപ്പോൾ അത് ഗുഡ് വിൽ ഉണ്ടാക്കി തരുന്നു. അതുപോലെ നമ്മളെ ഈ ആധുനിക ലോകത്ത് സർവൈവ് ചെയ്യാനുള്ള ഒരു
പിന്നെ ഉപകരണം കൂടിയാണ് ഈ സ്പോർട്സ് എന്ന് പറയുന്നത്. ഹി ഡിസ്ക്രൈബ്സ് ഇൻ ദ എസ് എ നോട്ട് അബൌട്ട് ദ സ്പോർട്സ് ആസ് വോൾ ബട്ട് ഇൻഡിവിജ്വലി അബൌട്ട് ഈച്ച് ആൻഡ് എവരി ഗെയിം ഓഫ് ദ റീലം. അപ്പോൾ സ്പോർട്സിനെ പറ്റി മാത്രമല്ല അദ്ദേഹം പറയുന്നത്, ഗെയിമുകളെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഹി ഡിസ്ക്രൈബ്സ് ക്രിക്കറ്റ് ആസ് എ ലീഷർ ഗെയിം. ഇപ്പോൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു മടിയന്മാരുടെ അല്ലെങ്കിൽ അലസമായിട്ടുള്ള ഒരു ഗെയിമാണെങ്കിലും വിച്ച് ഈസ് മീൻഡ് മച്ച് ഫോർ എൻ്റർടൈൻമെൻറ്റ്. അത് വളരെയധികം എൻ്റർടൈൻമെൻറ്റ് നമുക്ക് നൽകുന്നുണ്ട്. ദ എസ്ഐസ്റ്റ് കീപ്സ് ഓൺ സ്ട്രെസ്സിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പാഷൻ ടുവാർഡ്സ് ഗെയിം. അപ്പോൾ ഒരു ഗെയിമിനോടുള്ള നമ്മുടെ പാഷൻ അല്ലെങ്കിൽ നമ്മുടെ അഭിനിവേശം എന്ന് പറയുന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നു. ഈവൻ ഇൻ ദ ക്രിക്കറ്റ് ഇറ്റ് ഈസ് ദ ഗ്രേസ് ഓഫ് ദ പ്ലെയർ ദാറ്റ് മാറ്റേഴ്സ് മച്ച് മോർ ദാൻ ദ സ്ട്രെങ്ത് ഓഫ് ദ മാൻ. ഇപ്പോൾ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാഗ്യമാണ് അയാളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അയാളുടെ ശാരീരികമായിട്ടുള്ള ശക്തിയേക്കാൾ ഏറെ ഭാഗ്യത്തിനൊരു വലിയ റോളുണ്ട് എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. സക്സസ് ഓർ ടു വിൻ വൈൽ ബീയിങ് ദ കീവേഡ്സ് ഇൻ സ്പോർട്സ് എവരിബഡി കനോട്ട് ബി വിന്നേഴ്സ്. എല്ലാവർക്കും ഇതിലെന്ത് ചെയ്യുക, സക്സസ് എല്ലാവരും വിൻ ചെയ്യാൻ വേണ്ടിയാണ് കളിക്കുന്നതെങ്കിലും എല്ലാവർക്കും ഒരു സ്പോർട്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുപോലെ വിൻ ചെയ്യാൻ പറ്റില്ല. ഒരാൾ വിന്നാകുമ്പോൾ ഒരാൾ ലോസ് ആവും എന്നുള്ളത് ഉറപ്പാണ്. എവരി വൺ ഷുഡ് റിയലൈസ് ദ പാർട്ടിസിപ്പേഷൻ ഹോൾഡ് മച്ച് ഇമ്പോർട്ടൻറ്റ് ദാൻ റാദർ ദാൻ വിക്ടറി. അപ്പോൾ പാർട്ടിസിപ്പേഷനാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. വിക്ടറി എന്ന വിജയത്തെക്കാളേറെ നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ആ ഒരു ഗെയിമിൽ അല്ലെങ്കിൽ ഒരു സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രാധാന്യം എന്ന് അദ്ദേഹം പറയുന്നു. The essay begins with the comment of people about leading മോസ്കോ ടീം. അപ്പം മോസ്കോ ടീമിനെ പറ്റിയിട്ടുള്ള ഒരു എന്താണ് കമൻറ്റിലൂടെയാണ് ഈ ഒരു പാഠഭാഗം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഫോർ ദ അറൈവൽ ഓഫ് ദ ടീം പീപ്പിൾ ഹു ഓക്കുപ്പൈഡ് ഇൻ ദ സ്പെക്ടേറ്റേഴ്സ് സീറ്റ്സ് വെർ വിയർബലൈസിങ് ദ സിറ്റുവേഷൻസ് ആസ് ദ സ്പിരിറ്റ് ഈസ് ആൻ അൺഫൈലിംഗ് കോസ് ഓഫ് ഇൽ വിൽ ആൻഡ് ഇഫ് സച്ച് എ വിസിറ്റ് ഹാഡ് ബീൻ മെയ്ഡ് ആൻ ആംഗ്ലോ സോവിയറ്റ് റിലേഷൻസ്. ഇപ്പോൾ ഈ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിഫോർ ദ അറൈവൽ ഓഫ് ദ ടീം വരുന്നതിന് മുന്നേ തന്നെ ഗ്രൗണ്ടിൽ ആളുകൾ കാത്തിരിക്കുന്നുണ്ട് അവരുടെ സീറ്റുകളിൽ. അവരെല്ലാം ഇങ്ങനെ ഇതിനെപ്പറ്റി വാചാലരാകുകയാണ് ചെയ്യുന്നത്, ഈ സിറ്റുവേഷനെ പറ്റി. സ്പോർട്സ് ഈസ് അൺഫെയിലിംഗ് കോസ് ഓഫ് ഇൽവിൽ. അപ്പോൾ ഒരു ഇൽവിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല. ആൻഡ് ഈഫ് സച്ച് എ വിസിറ്റ് ഹാഡ് ബീൻ മെയ്ഡ് ഓൺ ആംഗ്ലോ സോവിയറ്റ് റിലേഷൻസ്. അപ്പോൾ ആംഗ്ലോ സോവിയറ്റ് റിലേഷനിൽ അപ്പോൾ ഈ ഒരു വിസിറ്റ് അങ്ങനെ ഒരു ഇൽവിൽ ഉണ്ടാക്കിയെടുക്കരുത്. ഇറ്റ് കുഡ് മേക്ക് വേഴ്സ് ദാൻ ബിഫോർ. അങ്ങനെ ഒരു ഇൽവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പഴയ കാലത്തേക്കാൾ കൂടുതൽ വഷളാകും. എന്ന് വെച്ചാൽ ഈ സ്പോർട്സുകളൊന്നും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായി നമ്മൾ കാണരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദ ഓദർ ഡെപിക്ട്സ് ദാറ്റ് ഹി ഹേർഡ് വൺസ് അറ്റ് ദ ആഴ്സണൽ മാച്ച് ദാറ്റ് ബ്രിട്ടീഷ് ആൻഡ് റഷ്യൻ പ്ലെയർ കെയിം ടു ബ്ലോ ആൻഡ് ദ ക്രൗഡ് ബൂഡ് ദ റഫറി. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഓദർ ഡെപിക്ട്സ്, അപ്പോൾ ഈ ജോർജ് ഓർവെൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ആർസണലിൻ്റെ മാച്ചിൽ ദാറ്റ് ബ്രിട്ടീഷ് ആൻഡ് റഷ്യൻ പ്ലെയർ കെയിം ടു ബ്ലോ. രണ്ട് പ്ലെയേഴ്സ്, ബ്രിട്ടീഷ് പ്ലെയേഴ്സും അതുപോലെ റഷ്യൻ പ്ലെയേഴ്സും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, കളിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ദ ക്രൗഡ് ബൂഡ് ദ റഫറി. അതിന് റഫറീനെ ചീത്ത മുഴുവൻ കേട്ടത് റഫറിക്കായിരുന്നു അല്ലെങ്കിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓവർ സ്റ്റേറ്റ്സ് ദാറ്റ് the newspaper like ന്യൂസ് ക്രോണിക്കൽ carried the neutral tone whereas the people were adhered to Russians. അപ്പോൾ കുറേ ആൾക്കാർ റഷ്യക്കാരുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ന്യൂസ് പേപ്പറുകളെല്ലാം ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് കീപ്പ് ചെയ്തത്. രണ്ട് പക്ഷത്തും ചേരാതെ ആണ് വാർത്തകൾ കൊടുത്തിരുന്നത്. He claims that the football is the sports where people will be proud, unquiet but echoing their perception regard to the game. അപ്പോൾ അദ്ദേഹം പറയുന്ന ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിമിനെ പറ്റി അദ്ദേഹം പറയുന്നത്, സ്പോർട്സ് വെയർ പീപ്പിൾ വിൽ ബി ഫൗണ്ട് അൺക്വയറ്റ്. നമുക്ക് ഒരിക്കലും ക്വയറ്റായിരിക്കാൻ വേണ്ടി പറ്റില്ല ഫുട്ബോൾ കളിക്കുന്ന സമയത്ത്. ബട്ട് എക്കോയിങ് ദെയർ പെർസെപ്ഷൻസ് റിഗാർഡിങ് ദ ഗെയിം. നമ്മൾ അതിനെ പറ്റിയുള്ള വീക്ഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി ഗീവ്സ് അപ്പ് ആൻ അമേസിങ് ഇല്ലുസ്ട്രേഷൻ. ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു വിവരണം അദ്ദേഹം നൽകുന്നുണ്ട്. വേർ പീപ്പിൾ സേ ദാറ്റ് സ്പോർട്സ് ക്രിയേറ്റ്സ് ഗുഡ് വിൽ ബിറ്റ്വീൻ നേഷൻസ്. സ്പോർട്സ് കൊണ്ട് നമുക്ക് പ്രശസ്തി ഉണ്ടാക്കിയെടുക്കാം എന്ന് എന്താണ് ആളുകൾ പറയാറുണ്ട്. And that if only the common people of the world could meet each other at football or cricket. അപ്പം അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഫുട്ബോളിനോ ക്രിക്കറ്റിലോ ലോകത്തുള്ള ഓരോ വ്യക്തികളും തമ്മിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ ഈ പറയുന്നത് സത്യമാണ്. ഒരു രാജ്യത്തുള്ള എല്ലാ വ്യക്തികളും മറ്റു രാജ്യത്തുള്ള എല്ലാ വ്യക്തികളുമായിട്ട് മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പറയാം അല്ലേ. ബട്ട് ദ ഇൻക്ലിനേഷൻ ഡിഫേഴ്സ് ഫ്രം ആസ് മീറ്റിംഗ് ഓൺ ബാറ്റിൽ ഫീൽഡ്. ഇപ്പോൾ ബാറ്റിൽ ഫീൽഡിൽ തമ്മിൽ അടിക്കുന്നത് പോലെയല്ല ഒരു മത്സരത്തിലോ ഒരു ഗെയിമിലോ മത്സരിക്കുന്നത്. ഓർവെൽ ഫ്രാങ്ക്ലി
പ്രൊക്ലെയിംസ് ദാറ്റ് ഓൾ സ്പോർട്സ് പ്രാക്ടീസ്ഡ് അറ്റ് ദ പ്രസൻറ്റ് ആർ കോമ്പറ്റീറ്റീവ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാ സ്പോർട്സുകളും വളരെ മത്സരജനകമായിട്ടുള്ളവയാണ്. വേർ പീപ്പിൾ പ്ലേ ടു വിൻ, എല്ലാ ആളുകളും ജയിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത്. ഗീവ്സ് നോ മീനിങ് അൺലെസ് അറ്റ്മോസ്റ്റ് എഫേർട്ട് ഈസ് ഗീവൺ ടു വിൻ. അപ്പോൾ അവിടെ എന്താണ് പരമാവധി നമ്മൾ വിജയത്തിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ ദ വില്ലേജ് സെനാരിയോ ദ ഗെയിം ആർ പ്ലേഡ് ഫോർ ഫൺ ആൻഡ് എക്സസൈസ്. അതേസമയം വില്ലേജുകളിലേക്ക് നിങ്ങൾ പോയി നോക്കൂ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? സ്പോർട്സിന് അവർ കളിക്കുന്നത് അവരുടെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫണ്ണ്, എന്താണ്, സന്തോഷത്തിന് വേണ്ടി, എക്സസൈസിന് വേണ്ടി കളിക്കുന്നത്. ബട്ട് വെൻ ദ ക്വസ്റ്റ്യൻ അറൈസ് ആസ് എ പ്രസ്റ്റീജ് ഓർ ഹോണർ വിൽ ബി ഡിസ്ഗ്രേസ്ഡ് ഇഫ് ലോസ്റ്റ് ദ ഗെയിം. അപ്പോൾ അവിടെ എന്താണ് പ്രസ്റ്റീജ്, അതിലെ ഹോണറൊക്കെ ഇല്ലാതായി മാറും ഒരു ഗെയിമിൽ ലോസായി കഴിഞ്ഞാൽ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ. എനി വൺ ഹൂ പ്ലേഡ് ഈവൻ ഇൻ ദ സ്കൂൾ ഫുട്ബോൾ മാച്ച് വിൽ എഗ്രി ദാറ്റ് കോമ്പറ്റിങ് ഇൻസ്റ്റിങ്ക്റ്റ് അറോസ്. അപ്പം ആ ഒരു ഇത് വരുന്നത് കൊണ്ടാവാം എല്ലാ ആളുകളും ഏത് സ്കൂൾ മാച്ചിൽ പോലും കളിക്കുമ്പോൾ എന്താണ് അവരുടെ ആ ഒരു കോമ്പറ്റീഷൻ്റെ സ്പിരിറ്റ്, അല്ലെങ്കിൽ ആ ഒരു മത്സര സ്പിരിറ്റ്, ഇൻസ്റ്റിങ്ക്റ്റ് അവർക്ക് ഉയർന്നു വരുന്നത്. ദ ഓദർ ബ്രിങ്സ് ഔട്ട് ദ ക്ലസ്റ്റർ ഓഫ് ഗെയിം സ്റ്റേറ്റിംഗ് ക്രിക്കറ്റ് ആസ് എ ലിഷർ ഗെയിം. എന്താണ് ക്ലസ്റ്റർ, ഒരുപാട് ഗെയിമിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ക്രിക്കറ്റിനെ ലിഷർ ഗെയിം ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഡിമാൻഡിങ് ഗ്രേസ് റാദർ ദാൻ സ്ട്രെങ്ത്. അപ്പോൾ ഗ്രേസ് ആണ് സ്ട്രെങ്തിനേക്കാൾ കൂടുതൽ വേണ്ടതെന്നൊക്കെ നമ്മൾ കണ്ടു. കേസിങ് ഇൽവിൽ ഇൻ ദ കോൺട്രവേഴ്സി ഓവർ ബോഡി ലൈൻ ബൗളിംഗ്. അപ്പോൾ ബോഡി ലൈൻ ബൗളിങ് ചെയ്യുന്നത് അതിപ്പോഴും കോൺട്രവേഴ്സിയാണ് ശരിക്കും. ഈ ബോഡി ലൈൻ ബൗളിങ് ശരിയാണോ തെറ്റാണോ, അതൊരു പ്രത്യേക ടൈപ്പുള്ള ബൗളിംഗ് ആണ് അല്ലേ. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോഴും കോൺട്രവേഴ്സ്യലാണ്. കോൺട്രവേഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. ഓൺ ദ അതർ ഗെയിം ഫുട്ബോൾ ഇൻ വിച്ച് എവരി വൺ ഗെറ്റ്സ് ഹർട്ട്. അപ്പോൾ അതേസമയം ഫുട്ബോളിൽ എല്ലാവരും എന്ത് ചെയ്യുന്നു, വേദനിക്കുന്നുണ്ട്. ആൻഡ് അൺപ്ലസൻറ്റ് നേച്ചർ ഈസ് റിവീൽഡ് വെൻ ഹി മെൻഷൻസ് ബോക്സിങ് ആസ് എ ഡിസ്ഗസ്റ്റിംഗ് ഗെയിം. ബോക്സിനെ അദ്ദേഹം ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്, ഒരു വൃത്തികെട്ട കളിയായിട്ടൊക്കെയാണ് അദ്ദേഹം കണക്കാക്കുന്നത്. വിച്ച് ക്രിയേറ്റഡ് ദ മോസ്റ്റ് ഹൊറിബിൾ സൈറ്റ് ഇൻ ദ വേൾഡ്. വളരെ ഹൊറിബിളായിട്ടുള്ള സൈറ്റ്സൊക്കെ ലോകത്ത് ഉണ്ടാക്കുന്നു. വെൻ എ ഫൈറ്റ് ബിക്കംസ് പോസിറ്റീവ് ബിറ്റ്വീൻ വൈറ്റ് ആൻഡ് എ കളേർഡ് ബോക്സേഴ്സ്, എ മിക്സഡ് ഓഡിയൻസിന് മുമ്പിൽ വൈറ്റ് മാനും അതുവരെ കളേർഡ് ആയിട്ടുള്ള ഒരാളും തമ്മിൽ ആണ് മത്സരം നടക്കുന്നതെങ്കിൽ അത് വലിയൊരു വാസ്റ്റാണ് എന്ന് അദ്ദേഹം പറയുന്നു. അഡ്രസ്സിങ് എ ഫ്യൂ നേഷൻസ് ലൈക്ക് ഇംഗ്ലണ്ട്, ഇന്ത്യ ആൻഡ് ബർമ, ഓർവെൽ കണ്ടംസ് ദ അൺഫെയർ ആക്ട് ഓഫ് ഡിസൊബേയിങ് ദ റൂൾസ് ഓഫ് ദ ഗെയിം. അപ്പോൾ ഇന്ത്യ, ഇംഗ്ലണ്ട്, ബർമ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ചില കളികൾ നോക്കുകയാണെങ്കിൽ അത് വളരെ ഡിസൊബേയിങ് ആണ്. അവർ നിയമങ്ങളൊന്നും അനുസരിക്കാതെയാണ് ഗെയിം നടത്തുന്നത്. ഹി സേസ് ദാറ്റ് വിത്തൗട്ട് ദ ഗാർഡ് ഓഫ് പോലീസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ലീഡ് സ്പോർട്സ് ആൻഡ് സക്സസ്ഫുള്ളി. അപ്പം ഈ പോലീസ് ഗാർഡ് ഇല്ലാതെ ഇവർക്ക് ഒരിക്കലും അവിടെ ഗെയിമുകൾ നടത്താൻ വേണ്ടി പറ്റില്ല. അത്രമാത്രം ആളുകൾ നിയമം അനുസരിക്കാതെയാണ് ചെയ്യുന്നത്. ഈവൻ മോർ ഹി ഗീവ്സ് ആൻ എക്സാമ്പിൾ ഹാപ്പൻഡ് ഇൻ ബർമ സപ്പോർട്ടേഴ്സ് ഓഫ് ടീം. അപ്പോൾ ബർമേനെ പറ്റിയിട്ട് അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ബ്രേക്ക് ത്രൂ ദ പോലീസ് ആൻഡ് ഡിസേബിൾഡ് ദ ഗോൾ കീപ്പർ അറ്റ് ക്രിട്ടിക്കൽ മൊമെൻറ്റ്. ഒരിക്കലും ഈ കാണികളെല്ലാം കൂടി ക്രിട്ടിക്കൽ മൊമെൻറ്റ്, ഗോൾ അടിക്കാൻ നേരത്ത് ഈ ഗോൾ കീപ്പർ എന്ത് ചെയ്തു, ഡിസേബിൾ ചെയ്തു. ഹി എക്സ്പ്ലെയിൻസ് ദാറ്റ് സീരിയസ് സ്പോർട്സ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഫെയർ പ്ലേ. അപ്പോൾ സീരിയസ് സ്പോർട്സും ഫെയർ പ്ലേ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഈസ് ബൗണ്ട് അപ്പ് വിത്ത് ഹേറ്റ്രഡ്, ജലസി ആൻഡ് ബോസ്റ്റ്ഫുൾനെസ്. അപ്പോൾ ഹേട്രഡും ജലസിയും ബോസ്ഫുൾനെസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഡിസ്റിഗാർഡ് ഓഫ് ദ റൂൾസ് ആൻഡ് സാഡിസ്റ്റിക് പ്ലഷർ ഇൻ വിറ്റ്നസിങ് വയലേഷൻ. അപ്പോൾ ചിലർക്ക് സാഡിസ്റ്റിക് ആയിട്ടുള്ള ചില മനോഭാവമായിരിക്കും. അത്തരം ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ വയലൻ്റ് കാണാനായിരിക്കും അവർക്ക് കൂടുതൽ, അക്രമം കാണാനായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. ഇൻ ഷോർട്ട്, ഹി റിഗാർഡ്സ് ഇറ്റ് ആസ് എ വാർ മൈനസ് ദ ഷൂട്ടിംഗ്. അത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണെങ്കിൽ അത് ഷൂട്ടിംഗ് ഇല്ലാത്ത അല്ലെങ്കിൽ വെടിവെപ്പില്ലാത്ത ഒരു യുദ്ധമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഡോക്ടർ ആർണോൾഡ് റിഗാർഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് ദ മോഡേൺ പബ്ലിക് സ്കൂളിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ഡോക്ടർ ആർണോൾഡ് പറയുന്നത് റിമാർക്ക്ഡ് ദാറ്റ് വാച്ചിങ് ഗെയിംസ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം. ഈ ഗെയിം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു സമയം കൊല്ലലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. While pointing Arnold's perception on games, concludes the essay by leaving the fact that there are real causes to fight for nations, but it is better to fight on real cause than the fake. അപ്പോൾ ഈ റിയലായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് രാജ്യങ്ങൾ തമ്മിൽ. ആ പ്രശ്നത്തിന് വേണ്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, വാർ അല്ലെങ്കിൽ യുദ്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇത്തരത്തിലുള്ള ഫേക്കായിട്ടുള്ള ഒരു
കാര്യം പറഞ്ഞിട്ട് ഒരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതൊരു ശരിയായ ഇടപാടല്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ സ്പോർട്സിനെ പറ്റിയിട്ടുള്ളൊരു അവലോകനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകതകളെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ നമ്മളോട് സംസാരിച്ചത്. ഡൈനാമോ ഫുട്ബോൾ ടീം, ലീഡിംഗ് മോസ്കോ ടീം. ആർസനൽ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ഫോർ ഓൾ, എ ഫ്രീ ഫൈറ്റ് ഫോർ ഓപ്പൺ ടു ഓൾ ടു വിഷ് ടു ടേക്ക് പാർട്ട്. റാറ്റ്ലിംഗ് എന്താണ്, അതുപോലെ ലോസ് ഫേസ്. എറിക് ആർതർ ബ്ലെയർ വാസ് ബോൺ ഇൻ 28 ജൂൺ അല്ല 25 ജൂണിലാണ് അദ്ദേഹം ബംഗാൾ പ്രസിഡൻസിയിൽ ജനിച്ചത്. ദ ഓതർ ഡെപിക്സ് ദാറ്റ് ഈ ഹേർഡ് വൺസ് അറ്റ് ദ ഹേഴ്സണൽ മാച്ച്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്, ആർസണൽ മാച്ചിനെ പറ്റി അദ്ദേഹം. ഹി എക്സ്പ്ലെയിൻസ് ദ സീരിയസ് സ്പോർട്സ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഫെയർ പ്ലേ. ഇപ്പോൾ സീരിയസ് സ്പോർട്സും ഫെയർ പ്ലേയും എന്തല്ല, ഈക്വൽ അല്ല. ഡോക്ടർ ആർണോൾഡ് റിഗാർഡഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് ദ ഓൾഡ് പബ്ലിക് സ്കൂൾ. അപ്പോൾ ഓൾഡ് പബ്ലിക് സ്കൂളിൻ്റെ അല്ലല്ലോ അല്ലേ, ന്യൂ പബ്ലിക് സ്കൂളിൻ്റെ. അദ്ദേഹം ശരിക്കും ന്യൂ പബ്ലിക് സ്കൂളിൻ്റെ ആണല്ലോ ആർതർ ഓവൽ. അതുപോലെ അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ഡോക്ടർ ആർണോൾഡ്, ഫൗണ്ടർ ഓഫ് മോഡേൺ പബ്ലിക് സ്കൂളിൻ്റെ ഫൗണ്ടറാണ് ഡോക്ടർ ആർണോൾഡ്. റിമാർക്കിംഗ് ദാറ്റ് ഗെയിംസ് വേസ്റ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ജസിൻ്റ് ആൻഡ് റിക്ക് റീഡ് ആൻഡ് റോട്ട് നോവലല്ല, പോയംസ് ആണ് അവർ എഴുതിയിരുന്നത്. റിച്ചാർഡ് വെല്ലസ്ലി ബ്ലെയർ വർക്ക്ഡ് ഇൻ ദ ഡാഷ് ഡിപ്പാർട്ട്മെൻറ്റ്, ഒപ്പിയം ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഡാഷ് പ്രൊക്ലൈംസ് ദാറ്റ് ആൾ സ്പോർട്സ് പ്രാക്ടീസ്ഡ് അറ്റ് പ്രസൻറ്റ് ടൈം ആർ കോമ്പറ്റീറ്റീവ് ടു വിൻ. ആരാണ് ഇദ്ദേഹം? ഓവൽ. നേഷൻസ് ലൈക്ക് ഏതൊക്കെയാണെന്ന് നമുക്കറിയാലോ. ഇംഗ്ലണ്ട്, ബർമ്മ, അതുപോലുള്ള രാജ്യങ്ങൾ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ. Condemns unfair act of disobey the rules of the game. Blair gives an example happened in Burma. Supporters of the team have broken through the police and disabled the goalkeeper at the critical moment. ലിസ്റ്റ് ഔട്ട് ദ ഗെയിംസ് ഓർ. ഇപ്പോൾ ഏതൊക്കെ ഗെയിമുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്? ക്രിക്കറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഗോൾഫ്, അതുപോലെ ഫുട്ബോൾ, ബോക്സിംഗ്, ഇതിനെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഇംപ്രഷൻ ദാറ്റ് ദ ബോക്സിംഗ് മെയ്ഡ് ഓൺ ദ ഓതർ ഇൻ ദിസ് എസ്സേ. അപ്പോൾ ബോക്സിങ്ങിനെ പറ്റി അദ്ദേഹത്തിന് അത്ര വലിയ നല്ല അഭിപ്രായമല്ല ഉള്ളത്. ഇനി എലാബറേറ്റ് യുവർ ആൻസർ ഓൺ ബ്ലെയേഴ്സ് ഓൺ സ്പോർട്ടിംഗ് സ്പിരിറ്റിനെ പറ്റിയിട്ട് നിങ്ങളോടൊരു ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.